ചാൻസ് ചോദിച്ചു വന്നേണു. അല്ല ആണെങ്കിലും കാര്യമൊന്നുമില്ല. എന്താ ഇവിടെ എല്ലാ റോളും ഫില്ലായി. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് ചോദിക്കുന്നതായിരിക്കും ബുദ്ധി. എനിക്ക് റോളൊന്നും വേണ്ട. അവിടെ റൂമിൽ നിന്ന് കാണിച്ചു തന്നാൽ വേണ്ടെങ്കിൽ വേണ്ട. അല്ല പിന്നെ എന്തിനാ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ റൂം ചോദിച്ചു വന്നത്? ഈ അസിസ്റ്റന്റ് ഡയറക്ടറിനെ ചാൻസ് ചോദിച്ച് വരുന്നവരെ കാണാൻ പാടുള്ളൂ. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ജീവിക്ക് കൂട്ടുകാരും കുടുംബമൊന്നും ഉണ്ടാവില്ലേ? ആ തുടക്കത്തിലൊക്കെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവാറൊന്നുമില്ല. അല്ല നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളറാണോ? ചാൻസ് ചോദിച്ചു വന്നതാ. പിന്നെ എങ്ങനെ അവിടെ റൂം അറിയാം? ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായി, അതുകൊണ്ടാവാം. എന്നിട്ടാണ് ബാക്കിയുള്ളവരോട് സ്ഥലം വിട്ടോളാൻ പറയണത്. കല്യാണം മുടക്കളെ കണ്ടിട്ടുണ്ട്, ചാൻസ് മുടക്കളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് റൂം. ഞാൻ വിളിച്ചോളാം. അല്ല അപ്പം ഞാൻ താങ്ക്സ്. പിന്നെ വിസാറിൻ്റെ അടുത്ത് എൻ്റെ കാര്യമൊന്ന് ഞാൻ പറഞ്ഞോളാം. ശരി. നീ ഇതെങ്ങനെ വന്ന്? നീ റൂം എങ്ങനെ അടിച്ച്? ഞാൻ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എന്ത് ദിവ്യയുടെ കാര്യം അത് പറയാനാണ് നീ ഇതുവരെ കുറ്റിയും പറിച്ചു വന്ന്? എന്നാ പിന്നെ ഞാൻ പറ. എന്ത് എടാ ഞാൻ നീ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കാര്യം നീ എൻ്റെ ഫ്രണ്ടൊക്കെ ആണെങ്കിലും നീ കാണിച്ചതല്ല ശുദ്ധ പോക്കൃത്തിലായി പോയി. അത് മനസ്സിലായി. ഇനി സത്യത്തില് അടിച്ച് മോന്ത പൊളിക്കേണ്ട കാര്യമാണ് നീ കാണിച്ചത്. എടാ അതാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അവളെ അവസരം കൊണ്ടേ കളഞ്ഞു. നീ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? എണ്ണയല്ല, പെട്രോളാണ് ഒഴിക്കേണ്ടത്. എടാ എന്ത് എന്തായാലും സമ്മതിച്ചു, പറ്റേണ്ടത് പറ്റി. ഇനി നീ അവളോട് ഈ കാര്യം പറ, എന്നിട്ട് മാപ്പി ചോദിക്ക്. അയ്യടാ മാപ്പി ചോദിക്കാനും പറ്റത്തില്ല എന്ന കാര്യം സോൾവ് ചെയ്യണം. എന്നാ നീ പോവണ്ട. അതല്ല. എന്തല്ല, നിനക്ക് അവളെ ഇഷ്ടല്ലേ? എന്നെ ഈഗോയൊക്കെ വിടാതെ നീ ഒരു പണി, നീ എൻ്റെ അടുത്ത് പറയണ്ട, നീ അവിടെ പോയി സോറി പറഞ്ഞോ, ഞാൻ അറിഞ്ഞിട്ടില്ല പോരെ. എടാ മിക്കവാറും കാമുകന്മാർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഈ മസിലെടുത്താൻ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കെട്ടിപ്പിടുത്തം കാലുപിടിച്ചാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ, മനസ്സിലായോ? എടാ ഇതൊക്കെ നിന്റെ പോസിറ്റീവ്നെസ് ഉണ്ടാണെന്ന് അവള് മനസ്സിലാക്കട്ടെ, മനസ്സിലായോ? പിന്നെ അതുമല്ല, എന്ത് കോപ്പിലെ പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിലും പരസ്പര വിശ്വാസം ഇല്ലാതെ രണ്ടുപേർക്ക് ഒരുമിച്ചൊരു റിലേഷൻഷിപ്പ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, മനസ്സിലായോ? അത് ആദ്യം നിന്റെ തലയിൽ കയറ്റി പിടി കിട്ടുന്നുണ്ടാവും. പിന്നെ അതിന്റെ ഇടയിലെ ഈ നാട്ടുകാരുടെ മെക്കിട്ടേറിലൊക്കെ നിർത്തിക്കോ, മനസ്സിലായോ? നാട്ടുകാർക്ക് ഈ പറയുന്ന പോസിറ്റീവ്നെസ് ഒന്നും പിടി കിട്ടത്തില്ല, അവർ അലക്കി തേച്ചെടുക്കുന്നില്ല. ശരി, എന്നിട്ട് പണി കിടക്കട്ടെ. അപ്പൊ ഞാൻ പോവാം. ശരി, അപ്പൊ നേരെ പോയി സോറി പറയല്ലേ? സോറി എന്റെ പട്ടി പറയും. അപ്പൊ ഞാനെന്തിനൊക്കെ പറഞ്ഞു? ചേച്ചി क्या हुआ सेटा? कहाँ है तेरा मुതലാളി? നയ മുതലാളിയാണോ പുരാന മുതലാളിയാണോ? നയ അതെന്ത് സെറ്റപ്പ്? ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. അത് മുട്ട പറ്റായിരുന്നു. ജോസഫേട്ടാ എന്താടോ ഈ വഴിക്കൊക്കെ? പ്രിയ ചേച്ചി ഇല്ലേ? ഉണ്ട്, പക്ഷെ പുറത്ത് പോയിരിക്കുക. എന്തെങ്കിലും അർജന്റ് കാര്യങ്ങളുണ്ടോ? അല്ല, അർജന്റ് ഒന്നുമില്ല. അർജന്റ് ആണെങ്കിൽ എന്നോട് പറഞ്ഞോ. ഞാൻ വാടക കൊടുക്കാൻ വന്നതാണ്. ആണോ? എൻ്റെ തന്നേരെ. അല്ല, സാധാരണ ചേച്ചിയുടെ കയ്യിലാണ്. ഇനി മുതൽ എൻ്റെ തന്നാൽ മതി. അല്ല, എന്തിനാ ഈ അടുത്ത മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തരുന്നത്? അതിൻ്റെ ആവശ്യം നമുക്കില്ല. അയ്യേ, ഇത് ഈ മാസത്തെ വാടകയാണ്. ഈ മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, അതോ മലയാള മാസമാണോ? ഇംഗ്ലീഷ് മാസം സെപ്റ്റംബർ. വളരെ നേരത്തെ ആണല്ലോ. ഇന്ന് ഏതാ ഡേറ്റ്? അത് ജോസഫേട്ടാ, നിങ്ങൾ വാടകക്കാരെ, ഞങ്ങൾ ഹൗസ് ഓണേഴ്സ്, അതല്ലേ? അതല്ല. ഏതല്ല? മിസ്റ്റർ ഡി ജി, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഓ, അതായത് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന വാടക കിട്ടാനാണ്. അതിന് ചില വ്യവസ്ഥയും വെള്ളിയാഴ്ചകളും ഉണ്ട്. അയ്യോ, ഇന്ന് വ്യാഴാഴ്ച ആണല്ലേ. ഞാനെന്നാ പോയിട്ട് നാളെ വരാം. അല്ല, കൊണ്ടുവന്ന് തന്നേക്കൂ. ഇത് പറമ്പിലെ പുല്ലിയെത്താൻ പോലും തികയല്ലോ. അതിന് ചേട്ടനെവിടെ പറമ്പ്? പുച്ഛം അല്ലേ? ഇത്തവണത്തേക്ക് വിട്ടിരിക്കുന്നു. അടുത്ത മാസം 5-ാം തീയതി കട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് വാടക ഇവിടെ കിട്ടണം. എങ്ങനെ? 5-ാം തീയതി? ഇംഗ്ലീഷോ മലയാളം? ഇംഗ്ലീഷ്. ഇല്ലെങ്കിൽ നീ എൻ്റെ മലയാളം കേൾക്കും. ഓ, അത് ആരുടെ കയ്യിൽ കിട്ടണം? ജോസഫ്. അതല്ലെങ്കിലോ? ലേറ്റ് ആകുന്ന ഓരോ ദിവസത്തിനും ഞാൻ പലിശ വെക്കും. പലിശ? എന്താണ് പലിശ? പ്രീതിയെ ഞാൻ അറിയിച്ചോളാം. കിട്ടോ?
ഇപ്പൊ മനസ്സിലായി ആരന്നെയാ മുതലാളിന്ന്. ബിൽക്കുൽ. സഫാഷ്. ഞാൻ സോറി പറയാന്ന് പറഞ്ഞില്ലേ? എന്തിന്? അത് എനിക്ക് തെറ്റുപറ്റിയോണ്ട്. ഏയ്, എനിക്ക് തെറ്റുപറ്റി പോയെന്ന് ഇപ്പൊ എന്റെ സംശയം. എന്നാ നീ സോറി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഇനി ആവർത്തിക്കില്ല. ഞാൻ സോറി പറയാം. സോറി പറയാന്ന് പറയണല്ലാതെ പറയണില്ലല്ലോ. പറയാല്ലേ? നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി പറയണ്ട. നിനക്ക് വേണ്ടിയാ പറയണേ, പക്ഷെ എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് സോറി. അയ്യേ, ഇതെന്ത് സോറി? നീ ആരെ ബോധിപ്പിക്കാനാ ഈ പറയണേ? പോരല്ലേ? ഞാൻ പറയാം. സോറി, ഇനി ആവർത്തിക്കൂല. എന്താ ആവർത്തിക്കൂല? തെറ്റായിട്ടുള്ള ഒന്നും ആവർത്തിച്ച നീ എന്നെ ഇടിച്ചോ? അതെ, ഇന്ന് ആകാശ് ലഞ്ചിന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രീതി ചേച്ചിയുടെ കഫേയിൽ വെച്ചിട്ട്. നീ വീണ്ടും തല്ലാൻ വരുമോ? നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ലഞ്ച് കഴിക്കാൻ പോകുന്നതിന് എനിക്കെന്താ കുഴപ്പം? നമ്മള് പണ്ടും ഫ്രണ്ട്സ് തന്നെയായിരുന്നു, എന്നിട്ട് നീ കാണിച്ചു കൂട്ടിയതോ? അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? തെറ്റുപറ്റിപ്പോയി. ആകാശിനോട് എൻ്റെ അന്വേഷണം പറയാം കേട്ടോ. ഇപ്പോൾ കാണാം.